ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന പോമാണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിലൊരാളാണ്. അദ്ദേഹം ഒരു കവിയായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു, നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിക്കാണ് 1913 നോബൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹമാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയഗാനം രചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. ഈ ആകാശം മുഴുവൻ സൂര്യപ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ സൂര്യൻ സൺ എന്നേ തന്നിട്ടുള്ളൂ, എങ്കിലും ആകാശം നിറയെ സൂര്യൻ നിറഞ്ഞിരിക്കുന്നു, സൂര്യപ്രകാശം നിറഞ്ഞിരിക്കുന്നു. അതുപോലെ രാത്രിയിൽ നക്ഷത്രങ്ങളും ആകാശത്ത് വരുന്നു. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. ഈ പ്രപഞ്ചം മുഴുവൻ ജീവനുള്ളവയാണ്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. ഈ വലിയ പ്രപഞ്ചത്തിൽ, ഈ ജീവനുള്ള പ്രപഞ്ചത്തിൽ ഞാൻ എൻ്റേതായ ഒരു സ്ഥലം കണ്ടെത്തുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ അത്ഭുതത്തോടെ ഞാൻ പാടുന്നു. അതായത് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം അത്ഭുതമാണ് തോന്നുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കവിതകളെല്ലാം ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതാണ്. അപ്പം ഇവിടെയും അദ്ദേഹം നേരിട്ട് അതിനെപ്പറ്റി, ദൈവത്തെപ്പറ്റി ഒരു പരാമർശം നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ അത്ഭുതപ്പെട്ട് പാട്ടുപാടുന്നതായിട്ടാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. ദ വേൾഡ് ഈസ് വെയ്ഡ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്, rising and falling. I have felt it stuck in my blood, racing through my veins, and in wonder and amazement I sing. The world is weighed by eternity's rushing tide. Eternity എന്ന് പറഞ്ഞാൽ നിത്യത, ഒരിക്കലും അവസാനമില്ലാത്തത്. അതായത് ഈ പ്രകൃതി മുഴുവൻ ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. എന്തില്? നിത്യതയിൽ. അതായത് എപ്പോഴും ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചലനമാണത്. റൈസിങ് ആൻഡ് ഫാളിങ്, ഉയർച്ച താഴ്ചകളിലൂടെ പ്രകൃതി സഞ്ചരിക്കുന്നു. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റക്ക് ഇൻ മൈ ബ്ലഡ്. ആ ഒരു വലിച്ചിൽ എൻ്റെ ബ്ലഡിലും അനുഭവപ്പെടുന്നു. ടഗ് പറഞ്ഞാൽ ഒരു വലിച്ചിൽ, ഒരു പുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ പ്രകൃതി മുഴുവൻ മുകളിലേക്കും താഴേക്കും നിരന്തരം ആടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു ചലനം എൻ്റെ ബ്ലഡിലും എനിക്ക് അനുഭവപ്പെടുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ അത്ഭുതത്തോടെ ഞാൻ പാടുന്നു. വൈൽ വാക്കിംഗ് ഇൻ ദി വുഡ്ലാൻഡ്സ് വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. I have been startled by the flowers' fragrance. They have all maddened my mind. The gift of gladness and joy are strewn all around, and in wonder and amazement I sing. While walking in the woodlands, ഞാൻ നമ്മുടെ വനപ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ, വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, അതായത് പുല്ലിൻ്റെ അറ്റങ്ങൾ എൻ്റെ കാൽപാദത്തിൽ തൊടുമ്പോൾ, ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദി ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലോടെ, അതായത് വനത്തിൽ കൂടി നടക്കുമ്പോൾ നല്ല കാട്ടുപൂക്കളുടെ സുഗന്ധത്താൽ ഞാനവിടെ നിന്നു പോകുന്നു. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. മാഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാന്ത്. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രോൺ ഓൾ അറൗണ്ട്. സ്ട്രോൺ എന്ന വാക്ക് സ്കാറ്റേഡ് എന്നാണ്, അതായത് ചിതറിക്കിടക്കുക. എല്ലായിടത്തും സന്തോഷത്തിൻ്റെ ആ സമ്മാന പൊതികൾ ചിതറിക്കിടക്കുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അതിലും ഞാൻ അത്ഭുതത്തോടെ നിന്ന് പാട്ടുപാടുന്നു. അതായത് ഞാൻ ഈ പ്രകൃതിയിലെ ചെറിയ വനപ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ, ഓരോ പുൽനാമ്പുകളും എൻ്റെ കാലിൽ തൊടുമ്പോൾ, അല്ലെങ്കിൽ കാട്ടിലെ പൂക്കളുടെ സുഗന്ധത്താൽ ഞാൻ അവിടെ നിന്നു പോകുമ്പോൾ, ഇതെല്ലാം എൻ്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഒരു ഉന്മാദ അവസ്ഥയിൽ എത്തിക്കുന്നു. ഞാൻ എല്ലായിടത്തും നോക്കുമ്പോൾ അവിടെയെല്ലാം സന്തോഷത്തിൻ്റെ സമ്മാന പൊതികൾ, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, എല്ലായിടത്തും സന്തോഷമാണ് ഈ പ്രകൃതിയിൽ ഞാൻ കാണുന്നത്. ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ അത്ഭുതത്തോടെ പാട്ടുപാടുന്നു. നെക്സ്റ്റ്. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. I have pricked my ears. ഞാൻ എൻ്റെ ചെവികൾ കൂടുതൽ അലേർട്ടാക്കി വെച്ചിരിക്കുന്നു, കൂടുതൽ അതായത് കൂടുതൽ ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ മാത്രം നമ്മുടെ ചെവികൾ തുറന്നു വെക്കുന്നതിനെയാണ്
പ്രിക്ട് എന്ന് പറയുന്ന അലർട്ടായിട്ടിരിക്കുക, അതായത് ഏത് ചെറിയൊരു ശബ്ദത്തെയും പിടിച്ചെടുക്കാൻ മാത്രം. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു വെച്ചു. ഐ ഹാവ് ബെയേർഡ് മൈ ഹാർട്ട് ടു ദി വേൾഡ്, ഞാൻ എൻ്റെ ഹൃദയം ഓപ്പൺ ആക്കി വെച്ചു. ബെയേർഡ് ആക്കി എന്ന് വെച്ചാൽ എന്താ, ഒരു കവറിങ് മാറ്റി അല്ലേ, ബെയർ ഫുട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ചെരുപ്പിടാൻ നടക്കും. അപ്പം ബെയേർഡ് മൈ ഹാർട്ട് ടു ദി വേൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു വെച്ചു. ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദി നോൺ, ഈ എല്ലാ അറിവുകളുടെയും നടുവിൽ, മിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നടുവിൽ, ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ. സോട്ടിന് ഇവിടെ എന്താണ്, അദ്ദേഹം എല്ലാ അറിവുകൾക്കും നടുവിലിരുന്ന് ആ അറിയപ്പെടാത്തതിനെ സെർച്ച് ചെയ്യുന്നു, ആ കാണാൻ പറ്റാത്തതിനെ സെർച്ച് ചെയ്യുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്നുണ്ട്. പ്രകൃതിയും അവിടുത്തെ പൂക്കളും ഗ്രാസും ഇതെല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. സൺലൈറ്റ്, സ്റ്റാർസ്, ഇതിനിടയിലെല്ലാം നിന്ന് അദ്ദേഹം ആ അറിയപ്പെടാത്തതിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പരോക്ഷമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെ തന്നെയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ പ്രകൃതി മുഴുവൻ ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പം എല്ലാ അത്ഭുതത്തോടും കൂടി ദൈവത്തിൻ്റെ ആ ഒരു കരവിരുത്, ഈ പ്രകൃതിയെ അണിയിച്ചൊരുക്കിയ ആ ഒരു കരവിരുതിൽ നിന്ന് അദ്ദേഹം ദൈവത്തെ തപ്പിക്കൊണ്ടേയിരിക്കുന്നു, സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്, ഈ പ്രകൃതിയിലെ ഈ സമ്മാനങ്ങളും ഈ സന്തോഷങ്ങളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ പാട്ടുപാടുന്നു.